നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക ഒരു ബൗളിലേക്ക്. അതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് തേങ്ങാപ്പാൽ കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് കട്ടി തേങ്ങാപ്പാലൊന്നും അല്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്ത് തന്നെയാണ്. അത് ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ്, 1/2 കപ്പ് കോൺഫ്ലോർ അതിട്ട് കൊടുത്തിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി കട്ട ഇല്ലാതെ മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം, കട്ടകളൊന്നും പാടില്ല. 1/2 കപ്പ് തേങ്ങയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തതാണ്. അരച്ചെടുത്ത് അത് പാലാക്കിയതാണ്. കുറേ തേങ്ങയൊന്നും വേണ്ട കേട്ടോ, 1/2 കപ്പ് തേങ്ങ തന്നെ മതി. ഇത് കട്ടകളൊന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് 125 ml ആണ്, അതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് അളവിൽ തന്നെ നോർമൽ വാട്ടർ, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മെൽറ്റ് ആയി വരണം. പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുന്ന പരുവത്തിലേക്ക് നമുക്ക് അടുത്തത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരട്ടെ. ഇത് അലിഞ്ഞു വന്നിട്ടുണ്ട്. അലിഞ്ഞു വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ കോൺഫ്ലോറും തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ എടുക്കുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ കോൺഫ്ലോർ അതിനടിയിൽ കട്ട പിടിച്ചിട്ടുണ്ടാവും. ഇളക്കി കൊടുത്തോണ്ടേ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം കേട്ടോ. ഫ്ലെയിം ഇത് എന്നാലേ ശരിയാവുള്ളൂ. എന്നിട്ട് കോൺഫ്ലോർ ഒഴിച്ചുകൊണ്ട് പെട്ടെന്ന് കുറുകി തുടങ്ങും. അപ്പൊ നന്നായി കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇനി കുറച്ച് സമയം ഇളക്കി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യാം. ഇതിപ്പോ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ആവണം. ഇതൊന്ന് പാനിന്ന് വിട്ട് വരുന്ന രൂപത്തിലേക്ക് ആവണം. നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഒരു അര ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. എത്ര നെയ്യ് ആഡ് ചെയ്തോ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോ വെളിച്ചെണ്ണ ആഡ് ചെയ്താൽ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല. ചിലവർ ഓയിലൊക്കെ ആഡ് ചെയ്യും, പക്ഷെ നെയ്യാണ് അതിന്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ പാനിന്ന് വിട്ട് വരുന്ന പരുവം വരെ ഇളക്കി കൊടുക്കുക. ഒരു ടീസ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ച് നട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. ബദാം, പിസ്ത അങ്ങനെ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ കാഷ്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ. അതും കൂടെ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പൊ പാനിന്ന് വിട്ട് വരുന്ന പരുവം ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ആയിട്ട് നമുക്കിത് ഇറക്കാം. ഇതായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള ഒരു മോൾഡ് സെറ്റ് ചെയ്യാനുള്ള മോൾഡ് തയ്യാറാക്കാം. ഇങ്ങനെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. ഞാൻ അതില് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മേലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കാം.
ഇനി നമ്മൾ ആക്കി വെച്ചില്ലേ അത് മുഴുവനായിട്ട് ഈ മോൾഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നെയ്യ് ആക്കിയ ഒരു സ്പൂണിന്റെ മറുവശം കൊണ്ട് ഇത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ, നമ്മള് നോർമൽ ടെമ്പറേച്ചറിൽ ഒരു 1-2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇത് നമ്മൾ ഹൽവ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തണുത്തിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വെറുതെ ഒന്ന് പാത്രം കമഴ്ത്തിയാൽ മതി കേട്ടോ, അപ്പോഴത്തേനും നമ്മൾ അത് വിട്ട് വരും, ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തതുകൊണ്ട്. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റുള്ള ഹൽവയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുമാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ, കുറച്ച് 2-3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഹൽവ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.